ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ളോഗെന്ന് ഓൾമോസ്റ്റ് പറയാം. കാരണം രാവിലെ കോളേജിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം ഒരു വ്ളോഗ് ചെയ്താലോ എന്ന്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ 8:30 ആയപ്പോഴത്തേക്കും കോളേജിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് എപ്പോഴും നമ്മൾ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ചെന്ന് സൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അവർ എൻ്റെ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ കുറച്ച് സമയം ഞാൻ ഫ്രീ ആണ്. സോ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഡേ വളരെ എനർജറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഷീബ ചേച്ചി, അതായത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, ലാബ് അസിസ്റ്റൻ്റ് ആണ് കേട്ടോ ചേച്ചി. അപ്പോൾ നമുക്ക് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് തരും, എന്നും തരും കേട്ടോ. എന്നും അങ്ങനെ നമ്മൾ ചായ കുടിക്കാറുണ്ട്. ചിലപ്പോൾ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും, ബാക്കി കൂടിയാണ് കുടിക്കുന്നത്. പിന്നെ ഇപ്പം ഞങ്ങളെല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാപ്പി മാത്രം കുടിക്കുവാണ്. അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു പ്രത്യേക ഒരു എനർജിയൊക്കെ കിട്ടുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ എനിക്കിന്നുള്ള കാര്യങ്ങൾ എപ്പോഴും ഞാൻ എന്ത് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ളത് എപ്പോഴും മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കാറുണ്ട്. ചില സമയത്തൊക്കെ ടു ഡു ലിസ്റ്റ് പോലെ ചെയ്യും. ഞാൻ കോളേജിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു 1 അവർ ഫ്രീ കിട്ടിയാൽ പോലും ഞാനൊരു ചെറിയൊരു ടു ഡു ലിസ്റ്റ് ആ 1 അവറിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി ഓൾറെഡി ഞാനിന്ന് രാവിലെ എണീറ്റ സമയത്ത് ടു ഡു ലിസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പം അതിലുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളുടെ എക്സാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻ, അതായത് PYQs ഒക്കെ കളക്ട് ചെയ്ത് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഏതാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ നോക്കിയൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം അതിന് വേണ്ടിയിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ കയറിയ സമയത്ത് ഒരു റെഫറൻസിൻ്റെ ഒരു കാര്യം നോക്കാൻ യൂട്യൂബിൽ കയറിയതാണ്. അപ്പോൾ ഫീഡിൽ പെട്ടെന്നൊരു വീഡിയോ ഉണ്ട്. അതായത് ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ വീഡിയോ. എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് ഭയങ്കര ഫോൺ അഡിക്ഷനൊക്കെ എല്ലാവർക്കും, അല്ലെങ്കിൽ അഡിക്ഷൻ എന്നല്ല, നമുക്കിങ്ങനെ റീല് കണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് റീല് കണ്ട്, യൂട്യൂബിലാണ് ഷോർട്സ് കണ്ട് അതിലിരുന്ന് പോകുന്ന കുറേ ആളുകളുള്ള ഒരു കാലമാണല്ലോ. അപ്പം എങ്ങനെ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാം, എന്നിട്ട് എങ്ങനെ നമ്മുടെ ടൈമിനെ നന്നായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളത്, അങ്ങനെ ഒരു തംബ്നെയിലോട് കണ്ട ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് അത് കാണാനുള്ള ഒരു കാര്യം, എനിക്കൊരു ഫോൺ അഡിക്ഷനൊന്നുമില്ല, ഞാൻ അങ്ങനെ ഒരുപാട് നേരം റീലോ ഷോർട്സോ ഒന്നും കണ്ടിരിക്കുന്ന ഒരാളുമല്ല. പക്ഷേ ഞാൻ പോകുന്നൊരു പാത്ത് എങ്ങനെയുണ്ട് എന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഞാൻ ആ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഞാനൊരു എനിക്കൊരു അപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചധികം നേരം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ ആയിരിക്കും അതിനെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് എന്നുള്ള രീതിയിലാണ് ഞാനത് കാണാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ഇതിൽ ഈ പറയുന്ന ഇൻ്റർവ്യൂവർ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വന്നിരിക്കുന്ന വ്യക്തി പറയുന്നുണ്ട്, അതായത് നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് നമ്മൾ ഇതിനെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തെന്ന് ഓർത്ത് കുഴപ്പമില്ല. അതായത് നമ്മളത് അതിന് വേണ്ടിയിട്ടുള്ള, നമുക്ക് ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ് അവിടെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് അങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് എന്തായാലും ആ വീഡിയോ കണ്ടു. ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിനി കുട്ടികളുടെ ആ ഒരു കുറേ ടോപ്പിക്സൊക്കെ ഫോണിലാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉള്ളത്, സ്കീമും ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഒന്ന് റെഫർ ചെയ്ത് വെക്കുവാണ്. പിന്നെ അതേപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വീഡിയോ യൂട്യൂബിൽ തന്നെ, ആരാണത് അപ്ലോഡ് ചെയ്തതെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതായത് ടോക്സിക് പോസിറ്റിവിറ്റി ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾ വീഴരുത് എന്നുള്ള രീതിയിൽ. പിന്നെ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് എന്തിനാ എന്നൊക്കെയുള്ള രീതിയിൽ. അതായത് അവർ പറയുന്നത് എല്ലാവർക്കും ഇതൊന്നും പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റാലേ നല്ല പ്രൊഡക്റ്റീവ് ആവുള്ളൂ. നമ്മുടെ മിറാക്കിൾ മോർണിംഗ് റുട്ടീൻ, ആ ഒരു പുസ്തകത്തിനെയൊക്കെ അതിൽ ഒക്കെ പറയുന്നതിനെ അതും അല്ല, 5 AM ക്ലബ്ബ് ആ ബുക്കിൽ വെച്ചിട്ടാണ് കേട്ടോ പറയണത്. അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇപ്പം ലേറ്റ് നൈറ്റ് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എന്താ എഫിഷ്യൻസി ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ മോട്ടിവേഷൻ കിട്ടിയത് കുറേ ഇതുപോലുള്ള വീഡിയോസ്. ഞാൻ നിരന്തരം ഇങ്ങനെയുള്ള ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെ ഓരോ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാം, എങ്ങനെ ഒരു അടുക്കും ചിട്ടയുള്ള ജീവിതം നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതിനെപ്പറ്റി ഞാൻ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ലൈഫിൽ കുറേ നല്ല മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ടൈപ്പ് വീഡിയോ, ഇതൊരു ടോക്സിക് പോസിറ്റിവിറ്റി ആണ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് വീഡിയോ കണ്ടാൽ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ നെഗറ്റിവിറ്റിയിലേക്ക് പോവുള്ളൂ. നമ്മുടെ ലൈഫിലാണ് ശരിക്കും അത്
ബാധിക്കുന്നത് കേട്ടോ. കാരണം ഈ കൈൻഡ് ഓഫ് വീഡിയോ ഇടുന്നവർക്കൊക്കെ ഇതിൽ നിന്നൊരു റവന്യൂ ജനറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല. നമ്മളിത് കാണുമ്പോൾ ഓക്കെ അപ്പം ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തട്ടിയും മുട്ടിയും പോയാൽ മതി എന്ന് വിചാരിച്ച് വീണ്ടും ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനത്തെയുള്ള വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതായത് ഒരുപാട് ടോക്സിക് പോസിറ്റിവിറ്റി എന്നും പുലർച്ചെ എന്താ പറയുക സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ വീഡിയോസിൽ എപ്പോഴും പറയാറുണ്ടല്ലോ, 1 2 3 ദിവസം നിങ്ങൾക്ക് എണീക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുക. രാത്രി ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾ കാര്യങ്ങൾ എഫിഷ്യൻ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് സാറ് എന്താണ് ഐസ്ക്രീം വാങ്ങാൻ പൈസ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കും ഞങ്ങൾ ഇന്ന ആളുടെ ചിലവാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങും. ഒരാളുടെ ബർത്ത്ഡേ വന്നാൽ, ഇപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിച്ചവരുള്ളതുകൊണ്ട് വെഡിങ് ആനിവേഴ്സറി വന്നാൽ ഞങ്ങൾക്ക് ചിലവാണ്. ഞാനിപ്പോൾ പുതിയ ഐഫോൺ എടുത്തല്ലോ, അപ്പോൾ ഐഫോണിന് ഞാൻ അവർക്ക് ഐസ്ക്രീം വാങ്ങിച്ച് ചിലവ് ചെയ്തു. അവർക്ക് മാത്രമല്ല, നമ്മൾ എല്ലാവരുടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തിനും ചിലവാണ് കേട്ടോ. അപ്പോൾ ഞാനാണ് താഴത്തെ ബേക്കറിയിൽ പോയി വാങ്ങിച്ചത്. ആ സമയത്ത് ബേക്കറി പോയി വാങ്ങിച്ച സമയത്ത് അവിടെ പിസ്ത ബണ്ണും അതേപോലെ ചിക്കൻ ബണ്ണും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അവിടെയുള്ള ബേക്കറികളിലൊന്നും ഞാനിത് കണ്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും കേശുക്കുട്ടൻ ഒരു പിസ്ത ബണ്ണൊന്ന് വാങ്ങിച്ച് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവൻ അങ്ങനെ അധികം നമ്മൾ ബണ്ണ് ബിസ്ക്കറ്റൊന്നും കൊടുക്കാറില്ല, വല്ലപ്പോഴൊക്കെ കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അതും വാങ്ങിച്ച് വീട്ടിലെത്തി. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം അവൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവന് പഴമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ 2:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഒരു 3 3:15 ആകുമ്പോഴത്തേക്കും 3 മണിയാകുമ്പോൾ എന്തായാലും വീട്ടിൽ ചെല്ലും. അപ്പോൾ അത്രയും നേരത്തെ അവന് പഴം കൊടുക്കാറില്ല. ഒരു 4:30 5 മണിയൊക്കെ ആകുമ്പോഴാണ് പഴമൊക്കെ പുഴുങ്ങി കൊടുക്കാറ്. അപ്പോൾ അവൻ അതിന് മുമ്പേ ഒന്ന് ഉറങ്ങി, പഴം കൊടുക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു 5 5:30 ആകുമ്പോഴത്തേക്കും പഴം കൊടുക്കാമെന്ന്. അങ്ങനെ അവന് ഏത്തപ്പഴമൊക്കെ കൊടുത്ത് ആളെ കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനും അനിയത്തിയും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. അവൾക്ക് പനിയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും പോവാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരാൻ പറ്റാത്തതുകൊണ്ടാണ് ആൾ അവിടെ അമ്മയുടെ കയ്യിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു 15-20 മിനിറ്റോളം ഉണ്ട്. ഞങ്ങളൊരു സന്ധ്യ സമയമാകുമ്പോഴാണ് പോകുന്നത്. അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്തൊരു എന്താ പറയുക ഒരു നല്ല പണിയും കൂടെ കിട്ടി കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പണിയാണ്. അതായത് എൻ്റെ വണ്ടി ഒന്ന് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് മുന്നോട്ട് നീങ്ങുന്നില്ല കേട്ടോ. നാട്ടു റോഡിൽ വെച്ചാണ്. അപ്പം തന്നെ ഒരു ശബ്ദം കേട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ സംഭവിച്ചത്. അപ്പം തന്നെ ഞാൻ വണ്ടി സൈഡാക്കി. എന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് മനസ്സിലായില്ല. ഓഫ് കോഴ്സ് നമുക്കിതിനെപ്പറ്റി ഒന്നും വലിയ കാര്യം അറിയില്ല. അപ്പം ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വണ്ടി മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ആദ്യം വിചാരിച്ചു ടയർ വല്ലതും പഞ്ചറായതാണോ എന്ന്. പിന്നെ എന്താണെന്നോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ ടയർ പഞ്ചറായതല്ല എന്ന് എനിക്ക് മനസ്സിലായി നോക്കിയപ്പോഴത്തേക്കും. പിന്നെ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും അനിയത്തിയും കൂടെ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഏട്ടൻ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബെൽറ്റ് പൊട്ടിപ്പോയതാണ്. അപ്പോൾ പിന്നെ ഏട്ടൻ വന്നത് നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനായിരുന്നു. അപ്പോൾ ഞാനും അവളൂടെ ആ സ്കൂട്ടറിന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഏട്ടൻ പിന്നെ വണ്ടിയൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിൽ പോയി നന്നാക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ സാധാരണ നമ്മൾ പോകുന്നതിൽ ഒത്തിരി സമയം എടുത്തു. മൊത്തത്തിൽ നമുക്ക് അവിടെ 1 2 ഷോപ്പിലൊക്കെ കയറിയിട്ട് വേണം വരാൻ. പക്ഷേ ഇന്നിപ്പം വണ്ടി ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് കുറേ സമയം കൂടെ പോയി. നമ്മളൊരു 5:30 ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് പോയതാണ്. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 7:45 ആയിട്ടോ. ഞാൻ അത്രയും സമയം പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം ഞാൻ ഓർത്തൊരു 5:30 ആകുമ്പോൾ പോയി എങ്ങനെയായാലും ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വരാം. എന്നിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷെ അത് പറ്റിയില്ല, കുറച്ച് ലേറ്റായി. അങ്ങനെ ഞങ്ങളിത് ഈ നേരത്താണ് വീട്ടിൽ വന്ന് കയറുന്നത്. അപ്പോൾ അച്ഛൻ ഇവിടെ പുകച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെയൊക്കെ ഭയങ്കര കൊതുകാണ്. അപ്പോൾ അത് പുകയ്ക്കാറുണ്ട്. പിന്നെ ഞങ്ങളിത് പോകുന്ന വഴിക്ക് ബേക്കറിയിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കട്ട്ലറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ എന്താണ് ഒരു ടൈപ്പ് ഓഫ് ബണ്ണെന്ന് വേണമെങ്കിൽ പറയാം. ബണ്ണല്ല, ഒരു ബ്രെഡ് പോലെ അതിൻ്റെ മുകളിലിങ്ങനെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കൊണ്ട് ഇത് ജാമൊക്കെ വെച്ചിട്ടൊരു സാധനമാണത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇനി എൻ്റെ കാര്യങ്ങളിലേക്ക് ഇരുന്നത്. അങ്ങനെ ഒരു 9 മണിയായി കേട്ടോ ശരിക്കും പഠിക്കാനും ഒക്കെ ഇരുന്നപ്പോഴത്തേക്കും. പഠിക്കാമെന്ന് വെച്ചാൽ കോളേജിലേക്കുള്ളത് പ്രിപ്പയർ ചെയ്യാനേ. അപ്പോൾ ഞാൻ ഇരുന്നപ്പോൾ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത്, ടു ഡു ലിസ്റ്റ് അല്ല, ഒരു 9 to 11 ഇരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ 2 മണിക്കൂറിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇത് കുട്ടികളുടെ സെക്കൻഡ് സെമ്മിലെ പിള്ളേരുടെ സിലബസാണ്. അപ്പോൾ സിലബസ് വെച്ചിട്ട് ഇനി ഏതൊക്കെ ടോപ്പിക്സുകളാണ് എടുക്കേണ്ടത്, അതിൻ്റെ റെഫറൻസ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ്. കുറേയൊക്കെ നോട്ട്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതല്ലാതെ വേറെ എന്തൊക്കെ റെഫറൻസ് എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയാൽ എൻട്രിയുടെ ഒരു ക്ലാസ് എടുക്കണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ സമയം കിട്ടിയില്ല. ഇങ്ങനെ ലേറ്റായിട്ട് തന്നെയല്ലേ വന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു ക്ലാസ് അത്ര അത്യാവശ്യമല്ല, റെക്കോർഡഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നാളെ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ഞാനത് എടുക്കുന്നില്ല
ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ നമ്മുടെ ഡയറിയിൽ ഞാൻ എൻ്റെ ജേണലിനെ പറ്റി പറയാറുള്ളൂ. അപ്പോൾ ജേണലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഇതേപോലെ ഇടയ്ക്ക് എപ്പോഴും ഉച്ചയ്ക്ക് ഇരുന്നപ്പോഴത്തേക്കും വേറൊരു വീഡിയോ കണ്ടു. അതിങ്ങനെ എനിക്ക് തോന്നുന്നു സംതിങ് ലൈക്ക് എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള ആളുകളെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിലൊരു 7 വേയ്സ് ആണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനത്തുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. കാരണം നമ്മളിത് കണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിതിനെപ്പറ്റി മറന്നു പോകും. പക്ഷേ ഇതിങ്ങനെ നമ്മുടെ ജേണലിൽ നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വായിക്കുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും അത് മനസ്സിലേക്ക് ഒന്നുകൂടെ എന്താ പറയുക ഒന്നുകൂടെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന പോലെയാകും. കാരണം പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടെന്ന് വരില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതി വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പുസ്തകം വായിക്കാൻ എടുത്തോട്ടെ. ഇത് വന്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇതുവരെ എനിക്ക് പിന്നെ വായിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതെന്തായാലും പുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ കുറച്ച് സമയം ഒരു 10-20 മിനിറ്റ് പുസ്തകം വായിച്ചു. അതുവരെ പ്രിപ്പറേഷനും കോളേജിലേക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്തത്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനുശേഷം നേരെ കിടക്കാൻ പോയി. സോ ഇന്നത്തെ വ്ളോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു.